പർച്ചേസിങ്ങിന് അറിയാം. അപ്പം ഞാൻ വിചാരിച്ചു പർച്ചേസ് ചെയ്തുകൊണ്ട് പണ്ടത്തെ ഒരു നോയമ്പ് കഥ പറയാം. ഇതാണ് 4 5 പഠിക്കുന്ന സമയം. അന്ന് എൻ്റെ ഇത്താക്ക് തിരുവാതിരക്കളിയുടെ പ്രാക്ടീസ് ഉണ്ട് സ്കൂളിൽ. ആൾക്ക് നോയമ്പുണ്ട്, എനിക്ക് നോയമ്പുണ്ട്. പ്രാക്ടീസ് ചെയ്തിട്ട് സൈക്കിളേ കയറിപ്പോയി, ഞാനും കയറിപ്പോയി. ഇത്താൻ ഫ്രണ്ട്സുമായിട്ട് അപ്പുറത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ അവിടുത്തെ ആദ്യമായിട്ട് കത്തി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ടിൽ ഒരു വലിയ ലൗലോലിക്കാമര നിൽക്കുന്ന കണ്ടത്. വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്നരുതെന്ന് കർശനമായിട്ട് വീട്ടുകാർ ചെറിയ പ്രായത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പച്ചമാങ്ങാപ്പുളി ലൗലോലിക്ക എല്ലാം ഉപ്പും മുളകും കൂട്ടി തിന്നൽ പണ്ടേ എൻ്റെ ഒരു ഹരമായിരുന്നു. ഈ തട്ടം എന്തോ തിന്നാന്ന് എന്തായാലും ഇരിക്കട്ടെ. എന്തായാലും മരത്തിൽ നിന്ന് കുലി കിട്ടിയാൽ ലൗലോലിക്ക ഇരുന്ന് തിന്നാൻ തുടങ്ങി. ഇത് ഇത്തിരി മുളകും ഉപ്പും കൂട്ടി കഴിക്കുന്ന വേറെ ലെവലായിട്ട് ആൻറ്റിയോട് പറഞ്ഞ് അതും കൂടെ കൂട്ടി തിന്നാൻ തുടങ്ങി. പ്രാക്ടീസിനിടയിലുള്ള റെസ്റ്റ് ടൈം വന്നപ്പോൾ എല്ലാവരും വന്ന് വെള്ളം കുടിച്ചു. ഇത്തൊക്കെ നോയമ്പായിട്ട് ആൾ മുഖമൊക്കെ തുടച്ച് എന്നെ ഒന്ന് നോക്കി. ഞെട്ടിക്കൊണ്ട് ആൾ എന്നെ നോക്കിയിട്ട് ഒരു ചോദ്യം, എടോ യാക്ക് നോയമ്പല്ലേടോ? കയ്യിലിരിക്കുന്ന ഡബ്ലോളിക്ക് അങ്ങ് താഴെ പോയി. ആ ഒരു നിമിഷം കൂട്ടത്തിൽ ആര് പറഞ്ഞു ഇല്ല നോയമ്പ് മുറിയത്തില്ല, അവൾ ഓർക്കാതെ നിന്നതാ. അപ്പൊ ഇന്നത്തെ പറഞ്ഞു ഇല്ല നോയമ്പ് മുറിഞ്ഞു, ഇവള് തിന്നു, അതുകൊണ്ട് നോയമ്പ് മുറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ചേരികളായി അവർ ഇടിയായി. ലാസ്റ്റ് അതൊരു ഡിബേറ്റിലെത്തി. ഡിബേറ്റിനൊടുവിൽ നോയമ്പ് മുറിഞ്ഞു എന്നുള്ള കൺക്ലൂഷനിൽ അവർ എത്തിയിട്ട് ഡാൻസ് പ്രാക്ടീസിന് പോയി. ഞാൻ ബാക്കിയിരുന്ന ലൗലോലിക്കയും തിന്നാൻ തുടങ്ങി. ചെറുതായിരുന്നെങ്കിൽ ഇത്തേക്ക ബുദ്ധിയെന്ന് എനിക്ക് ഉണ്ടായിരുന്നോണ്ട് ഞാൻ തിന്നോണ്ട് ആലോചിച്ചു, എന്നാലും നോയമ്പ് മുറിഞ്ഞോ, ഞാൻ അറിയാതെ നിന്നതല്ലേ. പ്രാക്ടീസ് കഴിഞ്ഞ് ഓടിച്ചാടി വീട്ടിലെത്തി കഥയെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചോദിച്ചു നോയമ്പ് മുറിഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു നോയമ്പ് മുറിഞ്ഞില്ല, നീ അറിയാതെ ചെയ്തല്ലേ. പിന്നെ ഞാൻ നോയമ്പ് തുടർന്നു. 5-ലാണെങ്കിലും എനിക്ക് 9 വയസ്സേ ഉള്ളൂ. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്ന കൂരിക്കകൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് കഥ.